ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ ലോകത്ത് സാമ്പത്തിക മാന്ദ്യത്തിന് ഇടയാക്കുന്ന നിലയിലാണ് കാര്യങ്ങൾ. സംഘർഷം തുടർന്നാൽ പ്രതിസന്ധി ഗുരുതരമായേക്കും. ഈ അവസ്ഥയിൽ ഹോർമുസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥയിൽ നിർണായക ഇടപെടലുമായി ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് രംഗത്തുവന്നു. ഹോർമുസ് കടലിടുക്ക് ഒരു അന്താരാഷ്ട്ര ജലപാതയാണെന്നും അത് സാധാരണ ഗതാഗതത്തിനായി തുറന്നുകൊടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സൗദി അറേബ്യൻ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിനിടെയാണ് ചൈനീസ് പ്രസിഡന്റ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ഹോർമുസ് ഉപരോധത്തിന് ശേഷം വിഷയത്തിൽ ഷി ജിൻപിങ് നടത്തുന്ന ആദ്യ പ്രതികരണമാണിത്. ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ അവകാശമാണെന്ന ഇറാന്റെ വാദങ്ങളെ തള്ളാതെ തന്നെ മേഖലയിലെ സമാധാനത്തിനും ആഗോള താൽപ്പര്യങ്ങൾക്കും കടലിടുക്ക് തുറന്നിടേണ്ടത് അത്യാവശ്യമാണെന്ന് ഷി ജിൻപിങ് പറഞ്ഞു. ഉപരോധത്തിന്റെ കാര്യത്തിൽ ഇറാനെയോ അമേരിക്കയെയോ നേരിട്ട് കുറ്റപ്പെടുത്താതെ നയതന്ത്ര ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണണമെന്നാണ് ചൈനയുടെ ആവശ്യം. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. മുമ്പ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ള കടലിടുക്കിൽ ചൈനയ്ക്ക് പ്രത്യേക പരിഗണന ലഭിച്ചിരുന്നു. എന്നാൽ അമേരിക്കയുടെ കടുത്ത ഉപരോധം ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു തുടങ്ങിയതോടെയാണ് ചൈന ഇപ്പോൾ നിലപാട് മാറ്റുന്നത്. ഇറാനിൽ നിന്നുള്ള അസംസ്കൃത എണ്ണയുടെ ഏറ്റവും വലിയ ഇറക്കുമതിക്കാരാണ് ചൈന. പ്രശ്നം പരിഹരിക്കേണ്ടത് അമേരിക്കയുടെയും ആവശ്യമായി മാറിയിട്ടുണ്ട്. ഇതോടെയാണ് ഷി ജിൻപിങ് ഇറങ്ങിക്കളിക്കുന്നത്. ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ ചരക്കു കപ്പൽ അമേരിക്കൻ സൈന്യം തടഞ്ഞതിൽ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതിഷേധം രേഖപ്പെടുത്തി. അമേരിക്കയുടെ ഭാഗത്തുനിന്നുള്ള ഇത്തരം ബലപ്രയോഗങ്ങളിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞു. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ ഇന്ത്യൻ കപ്പലിന് നേരെ ഇറാൻ സൈന്യം വെടിവെച്ച സംഭവത്തിലും ജലപാത തുറന്നിടുക എന്നതാണ് ആഗോള താൽപ്പര്യമെന്ന് ചൈന ആവർത്തിച്ചു. ഇസ്ലാമാബാദിൽ നടക്കാനിരിക്കുന്ന 2ാം ഘട്ട സമാധാന ചർച്ചകളിൽ നിന്ന് ഇറാൻ വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിൽ ചൈനയുടെ ഈ പുതിയ നയതന്ത്ര നീക്കം അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. അതേസമയം ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായാൽ ട്രംപും നേരിട്ട് ചർച്ച നടത്താൻ എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാനുമായി ഒരു കരാറിലെത്തുകയാണെങ്കിൽ ഡൊണാൾഡ് ട്രംപ് നേരിട്ടോ ഓൺലൈൻ വഴിയോ ഇതിൽ പങ്കുചേരുമെന്ന് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ഇറാനും അമേരിക്കയും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ബുധനാഴ്ച അവസാനിക്കാനിരിക്കെയാണ് പാകിസ്ഥാനിൽ 2ാം ഘട്ട സമാധാന ചർച്ചയ്ക്ക് വേദിയൊരുങ്ങുന്നത്. ഇറാനും അമേരിക്കയും തമ്മിൽ പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ച സംബന്ധിച്ച് അനിശ്ചിതത്വങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഹോർമുസിൽ അമേരിക്ക ഇറാൻ കപ്പൽ പിടിച്ചെടുത്തതടക്കമുള്ള നടപടികൾ ചൂണ്ടിക്കാട്ടി ഇറാൻ ചർച്ചയിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നായിരുന്നു നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ. എന്നാൽ അത്തരമൊരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാനിലെ മുതിർന്ന ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. ചർച്ചയിൽ പങ്കെടുക്കുന്ന കാര്യം പോസിറ്റീവായി വിശകലനം ചെയ്തുവരികയാണെന്നും ഇറാൻ പ്രതിനിധി പറഞ്ഞു. ഇറാൻ പങ്കെടുത്തേക്കുമെന്ന സൂചനകൾ പുറത്തുവന്നതോടെ ബുധനാഴ്ച തന്നെ പാകിസ്ഥാനിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച നടന്നേക്കുമെന്നാണ് വിവരം. ചർച്ച നടക്കുമോ എന്നതിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ എല്ലാ ഒരുക്കങ്ങളും നടത്തിവരികയാണെന്നാണ് റിപ്പോർട്ട്. ഇസ്ലാമാബാദിലെ വിവിധയിടങ്ങളിലായി 20,000-ഓളം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് പാകിസ്ഥാൻ വിന്യസിച്ചിരിക്കുന്നത്. ചർച്ചയ്ക്ക് മുന്നോടിയായി അമേരിക്കൻ സുരക്ഷാ ഉദ്യോഗസ്ഥരും ഇസ്ലാമാബാദിൽ എത്തിയിട്ടുണ്ട്. അതിനിടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉൾപ്പെടെയുള്ള US സംഘം ചൊവ്വാഴ്ച പാകിസ്ഥാനിലേക്ക് യാത്ര തിരിക്കുമെന്നാണ് റിപ്പോർട്ട്.